ഫൊറോന ചർച്ചിൻ്റെ ഒരു മൗണ്ട് ഉണ്ട് ഇവിടെ, സെൻറ്റ് ഫ്രാൻസിസ് മൗണ്ട്. അവിടേക്ക് ട്രക്കിംഗ് ആണ് കേട്ടോ. ട്രക്കിംഗ് മാത്രമല്ല, കുരിശിൻ്റെ വഴി പോകുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്കൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസിന് കൂടി അങ്ങോട്ട് കയറാം. ഹലോ, നമസ്കാരം. എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ വലിയൊരു രൂപമുണ്ട്. ഇവിടുത്തെ പള്ളി എന്ന് പറയുന്നത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ചർച്ചാണ്. ഇതൊരു മൗണ്ടൻ ഏരിയ ആണ് ആക്ച്വലി. ഇനി നമ്മൾ മുകളിലേക്ക് പോകും. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. നല്ല കട്ട വെയിലില്ല അല്ലേ? പള്ളിയിലും മണി അടിച്ചുട്ടാ. പണ്ട് ഇവിടെ ഇങ്ങനെ ഇത്രയും നല്ല വഴി ഉണ്ടായിരുന്നില്ല കേട്ടാ. കുറേ വർഷം മുമ്പാണ് ഇവിടെ വന്നേക്കണത്. അന്ന് വഴിയായിട്ടില്ല, നമ്മളോരോ കല്ലിലൊക്കെ ചവിട്ടി പോണായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാ തവണയും കുരിശിൻ്റെ വഴിയൊക്കെ നടത്തി ഇത്തിരി നിരപ്പായിട്ടുള്ള വഴിയായിട്ടുണ്ട്. ചെറിയ കിതപ്പൊക്കെ വരുന്നുണ്ടല്ലേ? ചക്ക ഉണ്ടായി വരുന്നുള്ളോ? ആ, ടെർമൈറ്റ്സിന്റെ കൂടുണ്ട്. എങ്ങനെയുണ്ട്? ഇതൊരു സഹനം കൂടിയാണ്. ആ, ഇതൊക്കെ മാളങ്ങളുണ്ടാ, പാമ്പിന്റെ മാളങ്ങളും ഒക്കെ ഉണ്ടാവും. എലിയുടെ ഇതിന്റെ മുകളിൽ നിന്ന് നല്ലൊരു വ്യൂവും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസും കൂടി ആവുമല്ലോ. ഇവിടുന്ന് ആ പള്ളിയുടെ ഒരു വ്യൂ കിട്ടും കേട്ടോ. നല്ല ഹൈറ്റിലാണ് ആ പള്ളി ഉള്ളത്. ആ ഗോൾഡൻ കളർ ഡോമാണ് ഈ പള്ളിയുടെ പ്രത്യേകത. നമുക്ക് ഇവിടുന്ന് എവിടെ നിന്നാലും ആ ഡോം കാണാൻ പറ്റും. വടക്കാഞ്ചേരി എത്തിയെന്ന് അറിയുന്നത് ആ പള്ളിയുടെ ഡോം കണ്ടിട്ടാണ്. മാലാഖമാര് ചുറ്റിലും നിൽക്കുന്ന റോമൻ സ്റ്റൈലിലൊരു നിർമ്മിതിയാണത്. സംഭവം ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇത്തിരി ഉണങ്ങിക്കിടക്കാണ് കേട്ടാ. അല്ലെങ്കിൽ ഇവിടെ നല്ല പച്ചപ്പും നല്ലൊരു ഭൂപ്രകൃതിയുള്ളൊരു സ്ഥലമാണിത്. ഈവൻ ഇവിടെ നിന്നാണ് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത്തിരി ഹൈറ്റിലേക്ക് എത്തി. ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ചർച്ചിന്റെ ഫുള്ള് മലനിരകൾ ഇവിടുന്ന് കാണാൻ പറ്റും. മുകളിലേക്ക് കയറും തോറും നമുക്ക് അതിൻ്റെ ആ കാഴ്ച നന്നായിട്ടിരിക്കും. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ല ചൂടാ. ഈവനിങ് ആണ്, സൂര്യാസ്തമിച്ചുകൊണ്ടല്ലേ, ചൂടിനൊന്നും കുറവില്ല. വഴി കണ്ടപ്പോൾ ഇത്ര ഈസി എന്ന് തോന്നിയത്. ഇറ്റ്സ് നോട്ട് ഈസി. ആ ശരിയാണല്ലോ. അതെ, 11ാം സ്ഥലമായി. 11th
11th സ്റ്റേഷൻ. ആ അവിടേക്ക് എത്തേണ്ടത് അല്ലേ? ഇവിടെയാണ് കേട്ടോ ആ ബ്രിഡ്ജുള്ളത്, വടക്കാഞ്ചേരി പള്ളിയോട് ചേർന്നിട്ടുള്ളൊരു ബ്രിഡ്ജ്. മുമ്പ് ഇവിടെ റെയിൽ ക്രോസ് ചെയ്തിട്ടായിരുന്നു ടൗണിലേക്ക് കടക്കേണ്ടത്. പിന്നെ ഇവിടെ മേൽപ്പാലം വന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം. പള്ളിയോട് ചേർന്നാണ്. അതിവിടെ നിന്ന് കാണാം. കുറച്ച് കിതപ്പുണ്ട് കേട്ടോ. നമ്മൾ 12ാം സ്ഥലമായി തുടങ്ങി. ത്യാഗങ്ങൾ എപ്പോഴും വേണം. ജീവിതത്തിലുടനീളം ചെറിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിലൊന്നാണിത്. എല്ലാവരും ക്ഷീണിച്ച മക്കളെ? വെള്ളം വെള്ളം കുടിയുന്ന. ഓ ജാക്ക്, നീ ടയർഡല്ല? കാറ്റത്ത് പറന്നു പോണാണോ നീയോ? ആലിൻ ടയർഡാണോ? ആലിനൊക്കെ പറക്കാണ്. നിങ്ങൾക്ക് കാറ്റ് സപ്പോർട്ട് ചെയ്യണ്ടെന്ന് തോന്നണേ. അതെ, ഇവിടത്തെ ഇപ്പൊ കുറച്ച് പാറകളൊക്കെ അല്ലേ, പാറ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റീപ്പാണ് ഇത്. വളച്ചതുകൊണ്ടാണ് അത്ര സ്റ്റീപ്പല്ലാത്ത. പണ്ട് ഈ വളവില്ല, കുത്തനെ. ആ അതെ. ഫുൾ പള്ളിയുടെ വ്യൂ കിട്ടും കേട്ടോ ഇവിടെ നിന്ന്. ഈ സ്ഥലങ്ങളൊക്കെ നോക്കിയേ. ഇത് മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ. ഇവിടെ ഫുൾ മലനിരകളാണ്. ഇതുവരെ പോരാ, ഇവിടെ വയറുണ്ട് കേട്ടോ. വിശുദ്ധ വാരത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്ന് വടക്കാഞ്ചേരിയിലെ കുരിശുമലയും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടത്. എല്ലാ സാഹചര്യങ്ങളും കാലാവസ്ഥകളും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാലം എന്ന് പറയുന്നത് അത് സ്വപ്നങ്ങളിൽ മാത്രമാണ്. ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെ അത് അതിജീവിച്ചല്ലേ പറ്റുള്ളൂ. ചെറിയ ചെറിയ സഹനങ്ങളിലൂടെ, പരിഹാര പ്രദക്ഷിണങ്ങളിലൂടെ, അതും സന്തോഷത്തോടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ അതിസാഹസ്യമായി ഇതിന് മുകളിൽ കയറി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ക്ലൈമറ്റ് ഇതായതുകൊണ്ട് ക്ഷീണം എല്ലാം ഉണ്ട്. എന്നാലും ഇതിന് മുകളിൽ കയറി ഇറങ്ങാന്നുള്ളത് ഒരു ത്യാഗം തന്നെയാണ്. അങ്ങനെ സെൻറ്റ് ഫ്രാൻസിസ് മൗണ്ട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ടൗൺ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 ജാക്ക് ജോൺസ്. ഇതാണ് കണ്ടില്ലേ വടക്കാഞ്ചേരി ടൗണ്. ഇത് നേരെ പോയാൽ ഷൊർണൂർക്കാണ് പോണേ കേട്ടോ. കണ്ടോ, ഇതാണ് വടക്കാഞ്ചേരി സിറ്റി. മെട്രോ സിറ്റി. ഈ വടക്കാഞ്ചേരി ഭാഗത്തു നിന്നാണ് എനിക്ക് എന്റെ കളഞ്ഞ പോയ ബോണ് കിട്ടി. ശരിക്കും കളഞ്ഞു പോയിട്ടുള്ള വാരിയല് കിട്ടിയത് ഇവിടുന്ന. ഇവിടെ വരേണ്ടി വന്നു.